ഹായ് ഹലോ നമസ്തേ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ നീണ്ട ഒരു വർഷത്തിന് ശേഷം നാട്ടിൽ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ച് അറ്റ് ലാസ്റ്റ് 8 മണിയായപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ വിശാഖപട്ടണത്ത് നിന്ന് കൊല്ലം ശാസ്താംകോട്ട വരെയാണ് പോകുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് 1538 കിലോമീറ്റർ. 1 ഡേ 4 hours കൊണ്ട് എത്തും എന്നാണ് പറഞ്ഞേക്കുന്നത്. ബട്ട് ഞങ്ങൾ ഹോൾട്ട് ചെയ്ത്, അതായത് തിരുപ്പതിയിലും പിന്നെ കൊടൈക്കനാലിലും ഹോൾട്ട് ചെയ്ത് കുമിളി തേനി വഴി ശാസ്താംകോട്ട എത്തി. ഇതായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ് പ്ലാൻ. ടോട്ടൽ ടോളിൻ്റെ കോസ്റ്റ് 2000 രൂപയോളം ഈ റൂട്ടിന് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ വിശാഖപട്ടണം തിരുപ്പതി 764 കിലോമീറ്റർ 13.5 മണിക്കൂർ കൊണ്ട് എത്തും എന്ന് പറയുന്നുണ്ട്. ആൻഡ് 1261 രൂപ ആ റോഡിൽ ടോളും ഉണ്ടായിരുന്നു. ഇനി ഞങ്ങളുടെ യാത്രയിലേക്ക് വരാം. രാവിലെ ഇറങ്ങി തിരിച്ച് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ റോഡ് സൈഡിൽ ഇങ്ങനെയുള്ളൊരു കടയിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇഡ്ഡലിയും പിന്നെ ദോശയ്ക്കകത്ത് ഉപ്പുമാവൊക്കെ വെച്ചിട്ടുള്ള ഒരു ദോശയും. വെരി ടേസ്റ്റി. 3 പേരും കൂടെ കഴിച്ചിറങ്ങിയപ്പം അറൗണ്ട് 180 രൂപയായിട്ടുണ്ടായിരുന്നുള്ളൂ. വലിയ കടകളിൽ പോയിരുന്ന് മനസ്സിന് ഇഷ്ടപ്പെടാതെ ഫുഡ് മേടിച്ച് കാശ് കളയുന്നതിനേക്കാളും എന്തുകൊണ്ടും വളരെ ബെറ്ററാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഹൈജീൻ്റെ കാര്യത്തിലും ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ട്രാവലിംഗ് റീസ്റ്റാർട്ട് ചെയ്തു. റോഡ് വളരെ നല്ല റോഡായിരുന്നു. ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അറൗണ്ട് 1 മണിക്കൂറിൽ തന്നെ 80 കിലോമീറ്ററോളം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കാണിച്ച എന്തിനാന്ന് നോ ഐഡിയ. പോകുന്ന വഴിക്ക് റോഡൊക്കെ ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. റോഡ് നല്ലതായിരുന്നു, അടുത്തുള്ള സീനറീസും അതും ഇതും പോകുന്ന വഴിക്കുള്ളതും ഒക്കെ വളരെ നല്ലതായിരുന്നു. 9 മണിയായപ്പോഴത്തേക്കും ഇനി ബാക്കി 683 കിലോമീറ്റേഴ്സ് ഉണ്ടായുള്ളൂ. ആൻഡ് ഇതായിരുന്നു ഫസ്റ്റ് ടോൾ ബൂത്ത്. 2 വശത്തും എനിക്ക് ആന്ധ്രയിൽ ഇഷ്ടപ്പെട്ടത് ഒന്നാമത്തെ കാര്യം റോഡ് വളരെ നല്ലത്, പിന്നെ 2 സൈഡിലും കൃഷിയിടങ്ങൾ അങ്ങ് നിരന്ന് നീണ്ടു കിടക്കുവാണ് കേട്ടോ. അത്ര ഭംഗിയായിട്ടാണ് കിടന്നിരുന്നത്. പിന്നെ ഈ വഴിയരകിലുള്ള വലിയ സ്റ്റാച്യൂസ്. ഇതൊരു വിവേകാനന്ദൻ്റെ സ്റ്റാച്യു. പിന്നെ വളരെ കോമൺ ആയിട്ട് ആന്ധ്രയിൽ പല സ്ഥലത്തും കാണാൻ പറ്റുന്നതാണ് ഹനുമാൻ്റെ ഈ വലിയ പ്രതിമകൾ. ഞങ്ങൾ ബ്രേക്ക് എടുക്കാനായിട്ട് ഒരു കരിക്ക് കുടിക്കാനായിട്ട് നിർത്തി. അവിടെ വെച്ചിട്ട് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് പാം സ്പ്രൗട്ട്സ് എന്ന് പറഞ്ഞ ഇത് കഴിച്ചു. ഇത് കഴിക്കുമ്പോഴത്തേക്കും കൂവക്കിഴങ്ങിൻ്റെ പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് കൃഷ്ണ റിവർ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. ഒത്തിരി ഏരിയ ഉണ്ട്, ബട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ അവിടെ ആയിട്ട് ചെറിയ മഴ പെയ്തിട്ട് വെള്ളം കെട്ടി കിടക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പം കഴിഞ്ഞത് സെക്കൻഡ് ടോൾ ബൂത്തായിരുന്നു. അറൗണ്ട് 2:30 ആകാറായതോടടുപ്പിച്ച് ഞങ്ങൾ വിജയവാഡ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പാർക്ക് എലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുള്ളത്. വൺ ഓഫ് ദി ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ദെയർ. ഞാൻ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും ഒക്കെ ഇവിടെ നിന്നാണ് കഴിച്ചത്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 10 കിലോമീറ്റർ അടുപ്പിച്ചോളം ഇങ്ങനെയുള്ള ചെറിയ റോഡാണ്. അത്ര നല്ല റോഡല്ല. ഇത്രയും ദൂരം വന്നതിൽ ഇവിടെ മാത്രമാണ് കുറച്ച് ഇടുങ്ങിയൊരു റോഡ് കുറച്ച് സമയത്തേക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ട്രാഫിക്കും ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഗോദാവരി റിവർ. ഇതിൻ്റെ അവസ്ഥയും നേരത്തെ പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണ്. ഈ കാണുന്നതാണ് നദി, പക്ഷെ വെള്ളം ആ നടുക്ക് മാത്രമേ ഉള്ളൂ. എന്തൊരു കഷ്ടമല്ലേ. ദൂരം വീതിയിലും നീളത്തിലും ഒക്കെ കിടന്ന നദിയുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഉള്ളിലൊരു വിഷമം. സോ ഇതാണ് ഗോദാവരി റിവർ. ഇവിടെ നിന്ന് നെല്ലൂർ 270 കിലോമീറ്റേഴ്സ് ഉണ്ട്. അടുത്ത ടോൾ ബൂത്തായി. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കോഫി ഷോപ്പ്. അവിടെ ഇറങ്ങി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഹനുമാൻ്റെ വലിയ വിഗ്രഹങ്ങൾ. അത് കഴിഞ്ഞ് ഒരു ഈസ്റ്റ് സൈഡ് ആയത് കാരണം ഒരു 5 o'clock 5:30 ആകുമ്പോഴത്തേന് തന്നെ സൂര്യ അസ്തമിച്ച് നല്ല ഇരുട്ടായി തുടങ്ങും.
ഇത് ഞങ്ങൾ പോകുന്ന വഴിക്ക് റാൻഡമായിട്ട് കണ്ട് എന്തിൻ്റെ ആഘോഷമാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു കമ്പമായിരുന്നു, കാണാൻ നല്ല കണ്ണിന് കുളിർമയേകിയ ഒരു കാഴ്ചയായിരുന്നു. ഇനി ഞങ്ങൾ തിരുപ്പതിയിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ. തിരുപ്പതിയിലേക്ക് തിരിയുന്ന മെയിൻ ഹൈവേ നിന്ന് ഇങ്ങനെയുള്ളൊരു പ്രതിമ കാണുന്ന ആ ഭാഗത്ത് നിന്നും ഞങ്ങൾ റൈറ്റിലേക്ക് തിരിഞ്ഞ്, ഇനി ആർക്കും തെറ്റിപ്പോകേണ്ടാതിരിക്കാനാണ് ഞാനത് പറഞ്ഞത്, റൈറ്റിലേക്ക് തിരിഞ്ഞ് തിരുപ്പതിയിലെത്തി. ഞങ്ങൾ അന്ന് അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ തിരുപ്പതി അമ്പലത്തിൽ തൊഴാനായിട്ട് ഞങ്ങൾ പോയി. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പ്ലീസ് ഡു വാച്ച്. നെക്സ്റ്റ് പാർട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.